ഞാൻ വിപിൻ സ്പ്ലാൻഡോ ന്യൂസിലാൻഡ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ പുതിയൊരു ഹാൻഡ് ബുക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഓസ്കി എങ്ങനെയാണ്, പിന്നെ ഓൺലൈൻ തിയററ്റിക്കൽ എക്സാം അത് എങ്ങനെയാണ്, ഏത് രീതിയിൽ ബുക്ക് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയ്ക്ക് തുടക്കം പറയുകയാണ്, ഇതൊരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പറും പെന്നും എടുത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഷോർട്ടായിട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഏകദേശം ഒരു 40 മിനിറ്റ്സോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്രോക്സിമേറ്റ് അത്ര എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഞാൻ പറഞ്ഞില്ലേ, മാക്സിമം ഷോർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, ചിലവർക്കൊക്കെ ലെങ്തി വീഡിയോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ ഒരു വിപിൻ. ഞാൻ ഇപ്പോൾ പ്രസൻ്റ്ലി ന്യൂസിലാൻഡിലാണ്. ഇത്ര ദിവസം നാട്ടിലായിരുന്നു, ഏകദേശം ഒരു 6 മാസക്കാലം നാട്ടിലായിരുന്നു. നമ്മുടെ നാട്ടിൽ പുതിയ ബ്രാഞ്ച് ഇനാഗുറേഷനായിട്ട് നാട്ടിൽ പോയതായിരുന്നു. നമ്മുടെ നാട്ടിലെ ബ്രാഞ്ച് എന്ന് പറയാനായിട്ട് അങ്കമാലിൽ ഒരു ബ്രാഞ്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ എതിർവശം ഒരു റെഡ് ബിൽഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബസ് സ്റ്റാൻഡിലൊക്കെ കയറുമ്പോൾ തന്നെ എൻട്രൻസ് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പ്ലെൻഡോ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ഇതുകൊണ്ട് ഞാൻ പീഡപ്പായിട്ടൊന്ന് പറഞ്ഞുതരാം. അവിടെ IELTS, OET, PT, UKV ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവീൺ എന്ന് പറഞ്ഞ സാറാണ് ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ OETയുടെയും IELTSൻ്റെയും ഒക്കെ ഹെഡ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്ന റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും. OETക്ക് ആണെങ്കിൽ 430, 400, 370 ഒക്കെയാണ് കുട്ടികളുടെ റിസൾട്ട്. ഏറ്റവും നല്ല സ്കോറാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടായിട്ട് പറയുകയാണ്, ഇപ്പോൾ നമ്മളുടെ സ്ഥാപനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ്റെ ഫീസും കൂടെ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയാം. അതായത് ഓൺലൈൻ ഫീസ് എന്ന് പറയാനായിട്ട് 5000 ആണ് നമ്മളുടെ OETക്കായാലും IELTSനായാലും ഫീസ് വരുന്നത്. പിന്നെ അതുപോലെ ഓഫ്ലൈൻ ആണെങ്കിൽ 3500 ആണ് നമ്മളുടെ ഫീസ് വരുന്നത് ഓഫ്ലൈൻ. അപ്പോൾ നല്ല അടിപൊളി AC ക്ലാസ് റൂം, എന്താ പറയുക, എല്ലാവർക്കും നല്ല ചില്ലായിട്ടിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിലൊരു ക്ലാസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ സമ്മർ ക്ലാസ് കുട്ടികൾക്ക് ഗ്രാമർ കാര്യങ്ങളൊക്കെ അതിനോട് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കാണ് ഈ അടിയിൽ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കുട്ടികളുടെ. ഓക്കെ, പിന്നെ അടുത്തത് നമ്മുടെ ഓസ്കിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മളുടെ ഓസ്കിയും ഓൺലൈൻ എക്സാം, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തിയററ്റിക്കൽ എക്സാം അവർ വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് ഇരുന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാം. അതാണ് നമ്മുടെ തിയററ്റിക്കൽ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് CBT. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എക്സാം എഴുതേണ്ട സെൻറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ PSN വ്യൂ അവരെയാണ് ഈ കോൺട്രാക്റ്റ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് അവർ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട്, നിങ്ങളുടെ നെയിം ചേഞ്ചും എക്സാം ബുക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പയർ വാലിഡിറ്റി ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവർ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എക്സാമിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിൽ ചോദിക്കുന്നത് അതേക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സസ് ആയിട്ട് അവർക്ക് ന്യൂസിലാൻഡിലോട്ട് വരാനായിട്ട് നിങ്ങളുടെ ആ ഒരു തിയറി നോളജ്, നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളുടെ തിയറി നോളജ് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാമാണ് ഈ പറഞ്ഞ ഓൺലൈൻ CBT എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാർട്ട് Aയിൽ ഫീസ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പാർട്ട് Aയിൽ വരുന്നത് മെഡിക്കേഷൻ സേഫ്റ്റിയാണ് പാർട്ട് Aയിൽ വരുന്നത്. അപ്പോൾ മെഡിക്കേഷൻ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഡ്രഗ് കാൽക്കുലേഷൻ. അപ്പോൾ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 12 ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ മെഡിക്കേഷൻ സേഫ്റ്റി, അതായത് ഡ്രഗ് കാൽക്കുലേഷൻ വരുന്നത്. 30 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരും ഈ ഡ്രഗ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. ബാക്കി 108 എക്സാംസ് നഴ്സിംഗ് ഇതുവരെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയുള്ളതെല്ലാം ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ശരി ഉത്തരമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ.
ഒരു ശരി ഉത്തരം. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മേ ബി അതിന് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ കുറച്ച് ശരിയായിരിക്കാം, അതിന് റിലേറ്റഡ്. അപ്പം എന്ന് കരുതി അവരൊരു അരമാർക്ക് നിങ്ങൾക്ക് തരാം, അങ്ങനെ ഒന്നും തരില്ല. കറക്റ്റായിട്ട് ഒരു ഒറ്റ ഉത്തരമാണ് അത്, നല്ല പക്ക കറക്റ്റായിട്ട് ഒറ്റ ഉത്തരവേ ചിലപ്പോൾ ആ ഇത് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഉത്തരം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ 108 ക്വസ്റ്റ്യൻസ് പാർട്ട് ബി. അപ്പം നിങ്ങൾക്ക് മൊത്തം 135 മിനിറ്റ് നിങ്ങൾക്ക് തരും ഇത് ചെയ്തു തീർക്കാൻ. ഇത് പാർട്ട് ബി ചെയ്തു തീർക്കാനായിട്ട് 135 മിനിറ്റ്സ് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സമയമുണ്ട്. പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ജനറൽ നിങ്ങളുടെ നഴ്സിംഗ് നോളജ് അറിയാൻ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ തുടക്കം മുതൽ ഇതുവരെ പഠിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ മെയിനായിട്ട് എടുത്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്, അത് രജിസ്റ്റേർഡ് നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഡൊമൈൻസ് ഉണ്ട്. ആ ഡൊമൈൻസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് വരാൻ പോകുന്നത്. 4 ഡൊമൈൻ, സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. 4 ഡൊമൈൻ ഉണ്ട്. അപ്പോൾ അതിൽ ആ ഡൊമൈനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ, അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡൊമൈൻ 1, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 2-3 ഇത് പറഞ്ഞുതരാം. ഡൊമൈൻ 1 എന്ന് പറഞ്ഞെങ്കിൽ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ്, ഇതാണ് ഡൊമൈൻ 1 വരുന്നത്. സെക്കൻഡ് വരുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് കെയർ. ഡൊമൈൻ 2 പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് കെയർ ആണ് ഡൊമൈൻ 2 ആയിട്ട്. തേർഡ് വരുന്നത് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർ പ്രൊഫഷണൽ ഹെൽത്ത് കെയർ, ഇതാണ് ഡൊമൈൻ 3 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ നിന്നാണ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പറയാനായിട്ടുള്ളത്, നമ്മുടെ കമ്പനി വഴി പ്രോസസ്സിങ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ന്യൂസിലാൻഡിൽ നിന്ന് ഇവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സസ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഏജൻസിയിലാണ് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടുന്ന് ക്വിറ്റ് ചെയ്ത് നമ്മുടെ കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു സർവീസ് ഫുള്ള് നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഈവൻ നിങ്ങളൊക്കെ കേട്ട് കാണും കുറേ ഏജൻസികൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി കൂണുപോലെ ഏജൻസികൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോസസ്സിങ് ചെയ്തിട്ട് നമ്മളടുത്ത് എൻക്വയറി വരാറുണ്ട്. ഈ ഓസ്കി ഇതെന്താണെന്ന് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ ന്യൂസിലാൻഡ് ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് അവിടെ നിൽക്കണമെന്നില്ല. നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ ചെയ്തേക്കുന്ന പ്രോസസ്സിങ്ങിൻ്റെ ആ ഫീസ് മാത്രം നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ മതിയാവും. പിന്നെ അതിൻ്റെ ബാലൻസ് ഞങ്ങളൊരു സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് ഉണ്ട്, ആ ഒരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോസസ്സിങ് ഫുള്ള് ഒരു പാക്കേജായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്തോളൂ. ഈ ഒരു സർവീസ് ഫുള്ള് നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ തന്നെ നമുക്ക് തരാൻ സാധിക്കും. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെയായാലും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ പോയി കണ്ട്, ഇപ്പോൾ ഈവൻ പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ ഡയറക്റ്റ് പോയി കണ്ട് അവരുടെ അടുത്ത് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് എങ്ങനെയുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാവിധ ഗൈഡൻസും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഡയറക്റ്റ് പോകാനും അവരുടെ കാര്യങ്ങൾക്ക് അവർക്കൊരു ഗൈഡ് ലൈനൊക്കെ കൊടുക്കാൻ സാധിക്കുന്നത് അവരൊറ്റ റീസൺ കൊണ്ടാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാൻഡിഡേറ്റ് പറയുകയുണ്ടായി, ഞങ്ങൾ വന്ന ഏജൻസി ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഫോൺ വിളിച്ചപ്പോഴും ഫോൺ പോലും എടുക്കത്തില്ല എന്ന് പറഞ്ഞത്. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ചതിയിൽ പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ വെച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, അവിടെ വെച്ച് പോസ്റ്റ്. കാര്യം ഒത്തിരി പിള്ളേർ നല്ല പേര് കേട്ടിട്ടുള്ള, ഈ പരസ്യങ്ങളിലൂടെ പേര് കേട്ടിട്ടുള്ള കുറേ ഏജൻസികൾ അവിടുന്ന് ക്വിറ്റ് ചെയ്ത് നമ്മുടെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം അവർക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഇതിൽ റെഫറൻസ് വരെ വേണമെങ്കിലും നമ്മുടെ കമ്പനിയിൽ നിന്ന് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഡൊമൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നഴ്സസ് അത് തന്നെ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് 1 പാർട്ട് ബി ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇനി ഈ എക്സാമിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യണേക്കാളും മുമ്പ്, നിങ്ങളുടെ ഈ ഓൺലൈൻ എക്സാം CBT എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും ഒരു 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെമോ, ഒരു ട്യൂട്ടോറിയൽ അവർ നിങ്ങൾക്ക് തരും.
ഓക്കെ, അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള സമയം അവർ തരുന്നുണ്ട് ഈ എക്സാമിന് 15 മിനിറ്റ് മുമ്പ്. ക്ലിയർ. പിന്നെ ഈ എക്സാമിൻ്റെ ഒരു നെയിം ചേഞ്ചിൻ്റെ കാര്യം ന്യൂസ് ആൻഡ് നഴ്സിംഗ് കൗൺസിൽ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യണക്കാളും മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും നെയിം ചേഞ്ച് പാസ്പോർട്ടിൽ അങ്ങനെ എന്തെങ്കിലും നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ നിന്നാണ് ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരുന്നത്. ഈ എക്സാം ബുക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരും. അപ്പോൾ സെയിം നമ്മുടെ ഐക്യൂനിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ഇമെയിലിനകത്ത് തന്നെ നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യാനായിട്ട് ഈ PSN വ്യൂവിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, ബുക്കിംഗ് പോർട്ടൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എക്സാം ബുക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് PSN വ്യൂവിൻ്റെ ബുക്കിംഗ് വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെയിം ചേഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ബുക്ക് ചെയ്യണേക്കാളും മുമ്പ് നിങ്ങൾ നഴ്സിംഗ് കൗൺസിലിനെ ബന്ധപ്പെട്ട് നെയിം ചേഞ്ച് ഉണ്ട് എന്ന് അവരെ അറിയിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അവർ നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയേക്കുന്ന ഡീറ്റെയിൽസും വെച്ച് അവർ ഒത്തുചേർന്ന് നോക്കുന്ന ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, നഷ്ടപ്പെടും. നിങ്ങൾ ആ ഒരു എക്സാം എഴുതാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലായതായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. ഈ കാര്യം ഓർമ്മയിൽ വെച്ചേക്കുക. അപ്പം എന്തെങ്കിലും നെയിം ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി നഴ്സിംഗ് കൗൺസിലിനെ അറിയിക്കുക. അതനുസരിച്ച് മാറ്റങ്ങൾ നഴ്സിംഗ് കൗൺസിലും വരുത്തുക. പിന്നെ ഈ നെയിം ചേഞ്ച് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലുള്ള വ്യക്തികളാണെങ്കിൽ JP അറ്റസ്റ്റേഷൻ ചെയ്തേക്കുന്ന ഒരു സെയിം ലൈക്ക് നോട്ടറി, ഓക്കെ, അറ്റസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പേപ്പർ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്തേക്കുന്ന ഡോക്യുമെൻറ്റ്സ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സോ ഇത് രണ്ടും ഓർമ്മയിൽ വെച്ചേക്കുക. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ പാർട്ട് A പാർട്ട് B കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങളിപ്പോൾ പാർട്ട് A മാത്രം നിങ്ങൾ എഴുതി പോന്നു എന്ന് കരുതുക, അപ്പോൾ പാർട്ട് B നിങ്ങളുടെ ഫെയിൽഡ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ പാർട്ട് B രണ്ടാമത് എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് സിറ്റിംഗ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അയ്യോ ഫസ്റ്റ് ഇതിനകത്ത് നിങ്ങൾ എഴുതിയില്ലല്ലോ എന്ന് കരുതി അത് ഫസ്റ്റ് ഇതായിട്ട് രണ്ടാം തവണ തരില്ല. അത് സെക്കൻഡ് സിറ്റിംഗ് ആയിട്ട് റീസിറ്റിംഗ്, സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയാനും എളുപ്പം റീസിറ്റിംഗ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യപ്പെടും. നിങ്ങൾക്ക് 3 ചാൻസേ ഇതിനകത്തുള്ളൂ, 3 പ്രാവശ്യം. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാകും, അതിനകത്ത് ഒരു ടെൻഷനില്ല. എന്താ കാരണം എന്ന് അറിയാം? ന്യൂസിലാൻഡിൽ ഈ ക്യാപ് പ്രോഗ്രാം ചെയ്യാൻ വരുന്ന കുട്ടികളുടെ കാര്യം തന്നെ ഞാൻ പറയാം. ഈ പറഞ്ഞ ഡ്രഗ് കാൽക്കുലേഷൻ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഡ്രഗ് കാൽക്കുലേഷൻ. അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കാൻഡിഡേറ്റായിട്ട് ഇതേക്കുറിച്ച് അവരുടെ വറീസ്, അവരുടെ ടെൻഷൻ ഒന്ന് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത്. അപ്പോൾ അന്നത്തെ ആ കുട്ടിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രഗ് കാൽക്കുലേഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, അതിനുള്ള ഒരു ഗൈഡ് ലൈൻ നമ്മൾ തരും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം. ഇപ്പോൾ ഈവൻ ക്യാപ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർക്ക് ഡ്രഗ് കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ബാച്ചിലെ കുട്ടികൾ ഇപ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ കഴിഞ്ഞ ബാച്ചിനകത്ത് ഉള്ള കുട്ടികളുടെ ഇന്നത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ ഡ്രഗ് കാൽക്കുലേഷൻ വേറൊരു ഏജൻസിയിൽ നിന്ന് വന്ന കുട്ടി, ഏജൻസിയുടെ പേര് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല, അതിനകത്ത് ആ കുട്ടി ഡ്രഗ് കാൽക്കുലേഷൻ തോറ്റുപോയി. അപ്പോൾ ഡ്രഗ് കാൽക്കുലേഷൻ തോറ്റുപോയി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ചാൻസ് കൊടുത്തു. മനസ്സിലായി? ആ ക്ലാസ്സിൽ ഒട്ടുമിക്കവരും തന്നെ ജയിച്ചു, കുറേ പേര് ജയിച്ചു, കുറേ പേര് തോറ്റുപോയി. അപ്പോൾ അതിനകത്ത് വീണ്ടും ചാൻസ് കൊടുത്തു എന്നത് സെയിം സംഭവം തന്നെ. ആ കുട്ടികൾ ഇവിടെ വന്നിട്ടാണ് അവർ തോറ്റുപോയി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോണം. അപ്പോൾ എന്തുമാത്രം ആ കൊച്ചിന് സ്ട്രെസ് ഉണ്ടാവുമെന്ന് ആലോചിക്കണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ആ സ്ട്രെസ് ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട്, ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സാമൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതന്നെ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ എക്സാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു പകുതിയോളം കഴിഞ്ഞു. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പകുതിയോളം നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയി ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. ഈ ഒരു ഡ്രഗ് കാൽക്കുലേഷൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യം ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് 3 ചാൻസ് ഉണ്ട്. ഇവിടങ്ങളിലും സെയിം ക്യാപ് പ്രോഗ്രാം സെയിം ഇത് തന്നെയാണ്. കുറേ ആൾക്കാർ അയ്യോ 3 സിറ്റിംഗ് അല്ലേ ഉള്ളൂ, 3 സിറ്റിംഗ് ചിന്തിച്ച് ടെൻഷൻ അടിക്കണം വേണ്ട ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിച്ചാലും എന്നാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ക്യാപ് പ്രോഗ്രാം ആയാലും സെയിം ഇതേ സിറ്റുവേഷനാണ്, 3 ചാൻസേ ഉള്ളൂ. അപ്പോൾ അതോ
അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം പോലില്ല. നിങ്ങളെ സംബന്ധിച്ച് ക്യാപ് പ്രോഗ്രാം ചെയ്യണേക്കാളും കൂടുതൽ റിലാക്സ് ആയിട്ട് ഇരിക്കേണ്ടത് നിങ്ങളാണ്. നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ എലിജിബിലിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇൻവിറ്റേഷൻ ഇമെയിൽ, അതായത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഇമെയിൽ കിട്ടും. അതായത് ഈ പറഞ്ഞ ഓൺലൈൻ എക്സാം CBT എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി തന്നെ എക്സാം ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. അതിനുള്ള റീസൺ എന്ന് ഇപ്പോൾ ചിലവരിപ്പോൾ ഒരിത് പറഞ്ഞുതരാം. ചിലവരുണ്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടായിട്ട് കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് അടുത്ത മാസം നമുക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാം എന്ന് IELTS-നും OET-ക്കൊക്കെ നിങ്ങൾ ഡേറ്റ് പിന്നീട് തള്ളിവിടുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി ഇവിടെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ IELTS-നൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലബിംഗ് ഒക്കെ 1 വർഷം സമയമുണ്ട്. പക്ഷെ അതുപോലെയല്ല, ഇത് 6 മാസമേ ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളൂ. 6 മാസം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എക്സാം, ഇവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാനുള്ള സ്ലോട്ട് ചിലപ്പോൾ കിട്ടിയില്ല എന്നിരിക്കും. അതുകൊണ്ടാണ് നഴ്സിംഗ് കൗൺസിൽ പ്രത്യേകം പറയുന്നത്, നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ ഇമെയിൽ കിട്ടിയാൽ ഉടനടി തന്നെ എക്സാം ബുക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻറ്റർ, ഇപ്പോൾ എക്സാമ്പിൾ പറയും, ഇപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലൊക്കെ സെൻറ്റർ ഉണ്ട് PSNVൻ്റെ. അപ്പോൾ നിങ്ങൾ എടപ്പള്ളി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെൻറ്റർ എവിടെയാണെന്ന് വെച്ചാൽ നേരെ അടുത്ത സെൻറ്ററിൽ തപ്പിക്കണം. നമ്മൾ ഇല്ല എൻ്റെ തൊട്ടടുത്തുള്ളതിൽ മാത്രം ഞങ്ങൾ എഴുതുള്ളൂ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഏത് സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി എക്സാം എഴുതാം. ഏത് സെൻറ്റർ. ഇപ്പോൾ നിങ്ങളിപ്പോൾ OET-യുടെ ഇപ്പോൾ എൻ്റെ ക്യാൻഡിഡേറ്റ്സൊക്കെ തമിഴ്നാട്ടിൽ ബാംഗ്ലൂർ വരെ പോയി എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളുണ്ട്. കാര്യം ക്ലബിങ് തീരാൻ പോകുന്നതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് കിട്ടുന്ന ഡേറ്റിലുള്ള ഏതെങ്കിലും സെൻറ്ററുകളുണ്ടാവും, അവൈലബിൾ ആയിട്ടൊരു സെൻറ്റർ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുക, നേരെ അങ്ങോട്ടേക്ക് ബുക്ക് ചെയ്യുക. ക്ലിയർ ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സ്പയറി ആവണേക്ക്, അതായത് 6 മാസം സമയം എന്ന് പറഞ്ഞു, 6 മാസം സമയത്തിന് എക്സ്പയറി ആവാനായിട്ട് 8 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ എക്സ്പയറി ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം, എക്സ്പയറി 6 മാസമാണ് അവർ പറഞ്ഞത്, ഈ 6 മാസം കഴിഞ്ഞാൽ എക്സംഷൻ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പെട്ടെന്ന് ഒരു രോഗാവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മരിച്ചു പോവുക, അങ്ങനത്തെ ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഈ 6 മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് മാക്സിമം ഒരു 7 ദിവസം കൂടി, അതായത് ഈ എക്സ്പയറി കഴിഞ്ഞ് ഒരു 7 ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 7 ദിവസത്തിനുള്ളിൽ വേണം നിങ്ങൾ ഇതിന് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. സെയിം നമ്മുടെ നഴ്സിംഗ് കൗൺസിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ അവരോട് ചിലപ്പോൾ പ്രൂഫ് ചോദിക്കാം. ക്ലിയറായി? ചിലപ്പോൾ അവർ പ്രൂഫ് ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒരു കള്ളത്തരം പറഞ്ഞു, അങ്ങനെ ഒരു കാരണം പറഞ്ഞു ഒരിക്കലും ഒരു എക്സ്റ്റൻഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. അപ്പം ഉണ്ടെങ്കിൽ തന്നെ ആയാലും പ്രൂഫ് വേണം. അത് പ്രത്യേകം ഓർമ്മയിൽ വെച്ച്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം ചേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ വെച്ചേക്കുക. നിങ്ങൾ ഗസറ്റഡ് ഓഫീസർ പറ്റത്തില്ല, നോട്ടറി തന്നെ ചെയ്യണം. ഓക്കെ, നോട്ടറി ഇത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അറ്റസ്റ്റ് ഡോക്യുമെൻ്റ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ID ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ എക്സാമിന് വേണ്ടി അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ID ഡോക്യുമെൻറ്റ്സ്, ഒന്ന് മാരേജ് സർട്ടിഫിക്കറ്റ്, ഒന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒന്ന് പാസ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ നെയിം ചേഞ്ച് ആയി വന്നിട്ടുള്ള അഫിഡവിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ബുക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ PSNVയിൽ നിങ്ങൾ എക്സാം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇമെയിൽ വരും. അപ്പോൾ ആ കൺഫർമേഷൻ ഇമെയിലിനകത്ത് അന്നത്തെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും എക്സാം സെൻറ്ററിനെ കുറിച്ച്, ലൊക്കേഷൻ, പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ കാൽക്കുലേറ്റർ, ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള അത് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഈ കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാം ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഡെമോ ആവില്ല, നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് മുമ്പ് നിങ്ങൾക്ക് തരും എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നുള്ളത് അതിനകത്തുണ്ടാവും. എക്സാം റീഷെഡ്യൂൾ ചെയ്യുന്ന കാര്യമാണ് അടുത്തത് പറയാനായിട്ടുള്ളത്. അപ്പോൾ എക്സാം റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് 2 വഴികളാണ് അവർ പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ PSNVൻ്റെ കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം റീഷെഡ്യൂൾ ചെയ്യാം.
അല്ല എങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യാം. ഈ 2 വഴിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് 48 മണിക്കൂറിന് മുമ്പ് വേണം എക്സാം റീഷെഡ്യൂൾ ചെയ്യാൻ. ഇല്ല എങ്കിൽ പെനാൽറ്റി ഉണ്ടാവും. അതാണത് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം നിങ്ങൾ എഴുതിയില്ല എങ്കിൽ, നിങ്ങൾ ആ ഒരു എക്സാം എഴുതാൻ പോയില്ലെങ്കിൽ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ നിങ്ങൾ തോറ്റതായിട്ട് അവർ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് 3 ചാൻസാണ് ഉള്ളത്. നെക്സ്റ്റ്, ക്യാൻസലേഷൻ. പിയേഴ്സൺ വ്യൂ ഏതെങ്കിലും ഒരു സർക്കംസ്റ്റാൻസിൽ നിങ്ങൾക്ക് എക്സാം നിങ്ങളുടെ എക്സാം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ റീഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് തരും. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ അവർ തരുന്നതായിരിക്കും. ഇനി അടുത്ത നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ യൂട്യൂബിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ടിടണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ജനറൽ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസർ ചെയ്തേക്കാം. പിന്നെ അതെല്ലാം മോറോവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തെല്ലാം കാര്യം നിങ്ങൾക്ക് പഠിക്കണം. അങ്ങനെ മോറോവർ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു വിധത്തിൽ, നിങ്ങളിപ്പോൾ ഏത് കമ്പനിയിലാണോ അല്ലെങ്കിൽ ഏത് ഏജൻസിയിലാണോ നിങ്ങൾ പ്രോസസ്സിങ് ചെയ്യുന്നത്, അപ്പോൾ അവർ യാതൊരു വിധത്തിലുള്ള ഒരു ഡീറ്റെയിൽസും തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടുന്ന് ക്വിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൈഡ് ലൈൻ തരും. ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് നിങ്ങൾക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിലവരുണ്ട്, ഞങ്ങൾക്ക് അവിടുന്ന് പോരാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എവിടെ, ഇപ്പം എൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാർ മറ്റുള്ള ഏജൻസിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് നമ്മുടെ അകത്ത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ന്യൂസിലാൻഡിലുണ്ട്, അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇപ്പം ജോലി സംബന്ധമായിട്ട് ഒരു ഗൈഡ് ലൈൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ഒരു ഏജൻസികളും കൊടുക്കുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പരാതി. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇതിനകത്ത് വന്നേക്കുന്ന കുട്ടികൾക്കാണ് നമുക്ക് ഗൈഡ് ലൈൻ കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധിക്കത്തുള്ളൂ. എല്ലാവർക്കും നമ്മൾ മറ്റുള്ള ഏജൻസിയിൽ അവർ ചെയ്തിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കാൻഡിഡേറ്റ്സിന് വരുന്ന സമയത്ത് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ 100%, ഇപ്പോൾ ചിലവർ പറയും ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ തരാം എന്നൊക്കെ പറയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതല്ലോ, ഇരിക്കുമ്പോൾ വന്നേക്കണ കുട്ടികളെ ഇവിടെ വന്ന് എത്തിപ്പെട്ടാണ് കുട്ടികളുടെ നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുക എന്തൊക്കെ സർവീസുകൾ അവർ തരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കമ്പനി വഴി വരുന്നവർക്ക് എല്ലാവർക്കും ഈ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. യൂസർ നെയിം അതായത് CGFNSൻ്റെയും ന്യൂസ് ആൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ CGFNSൻ്റെ ഇപ്പോഴും ഞാൻ എടുത്തു പറയുകയാണ്, ഒരു കമ്പനി ഒരു ഏജൻസീനെ ന്യൂസിലാൻഡിൽ ബാൻ ചെയ്തു എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്ത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും CGFNSൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. അതിനകത്ത് എംപ്ലോയ്മെൻറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഒരു കാരണവശാലും ഏജൻറ്റ് സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പാടില്ല, കാൻഡിഡേറ്റ് തനിയെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾ കാണിക്കുന്ന ഫുള്ളി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും ഏജൻറ്റ് ചെയ്യരുതെന്ന്. നിങ്ങൾക്ക് ഈ യൂസർ നെയിം പാസ്വേഡും തരാതെ ഏജൻറ്റ് തനിയാണ് ചെയ്യുന്നത്. ഏജൻറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ തനിയെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് ആൻഡ് നഴ്സിംഗ് കൗൺസിലിനകത്ത് അവർ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഏജൻറ്റ് സെൽഫ് ഡിക്ലറേഷൻ, അതായത് കൊടുത്തേക്കുന്ന ആ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സംഭവം സെൽഫ് ഡിക്ലറേഷനാണ്. അത് ഒരിക്കലും ഒരു ഏജൻറ്റ് ചെയ്യാനേ പാടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കാൻഡിഡേറ്റിൻ്റെ ഹസ്ബൻഡായിട്ട് ഞാൻ സംസാരിച്ചതിനെക്കുറിച്ച്. അപ്പോൾ ആൾ പറയണം മറ്റുള്ള ഏജൻസികളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഏജൻസികൾ പോലെയല്ലോ നമ്മുടെ കമ്പനി. ഇല്ലീഗലായിട്ട് ഒരു ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കൊടുക്കത്തില്ല. ഒരു ആക്ടിവിറ്റീസും നിങ്ങൾ അതേക്കുറിച്ച് നിങ്ങൾ ഫോഴ്സ് ചെയ്താൽ പോലും നമ്മുടെ കമ്പനി ചെയ്ത് കൊടുക്കത്തില്ല.
കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ പാർട്ട് എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പണി കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏജൻസിനെ സമീപിച്ചെന്ന് എന്ന് കരുതി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരണോ? ഒരിക്കലും ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരു ഏജൻസികളും ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഏജൻസികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിക്കും, പിന്നീട് നിങ്ങളെ ബാധിക്കും. പിന്നെ ഏജൻസികളെ പിന്നെ ബ്ലെയിം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഏജൻസികൾ അവിടെ വെച്ച് കയ്യിൽ കഴുകും. നിങ്ങളുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. ഈ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ന്യൂസ് ചാനലിലേക്ക് വരുന്നതിന് എല്ലാവരും വലിയൊരു സ്വപ്നമായിട്ട് വരുന്നതാണ്, വലിയൊരു ബിഗ് ഡ്രീമായിട്ട് വരുന്നതാണ്. അതൊക്കെ നിസ്സാര ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഈ ഏജൻസികൾ ഈ യൂസർ നെയിം പാസ്വേഡൊന്നും കൊടുക്കാതെ അവർ തനിയെ ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ കാൻഡിഡേറ്റ് ഹസ്ബൻഡിനടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നഴ്സിംഗ് കൗൺസിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ആ ഓഡിയോ റെക്കോർഡിങ്സ് വിത്ത് പെർമിഷൻ ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ലൈനിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഒരു ഏജൻ്റായ അല്ലെങ്കിൽ ഒരു കമ്പനി റെപ്രസെൻറ്റേറ്റീവായിട്ട് എനിക്ക് ആ ഡിക്ലറേഷൻ, നഴ്സിംഗ് കൗൺസിൽ ഡിക്ലറേഷൻ എനിക്ക് ചെയ്യാമോ, എനിക്ക് അങ്ങനെ റൈറ്റ്സ് ഉണ്ടോ, ഞാൻ കേൾപ്പിച്ച് തരാം. കാര്യം ഞങ്ങൾ ഓൾറെഡി നഴ്സിംഗ് കൗൺസിൽ ഇതേക്കുറിച്ച് ഞങ്ങൾ ഡിസ്കഷൻ നടത്തിയേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഏജൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 100% ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് ഇല്ലീഗൽ. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ഒരിക്കലും നിങ്ങൾ ഏറ്റവും അവസാനം ഒരു ട്രാപ്പിൽ പോയി പെടരുത്, ഒരിക്കലും. അവരിപ്പോൾ എത്ര വലിയ എഗ്രിമെൻറ്റ് എഴുതി നിങ്ങളോട് ഒപ്പിടിച്ചാൽ അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഞങ്ങൾ ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡും തരില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. എൻ്റെ ഇതിനകത്ത് ഒരു എംപ്ലോയ്മെൻറ്റ് ഏജൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പാർട്ടുണ്ട്, ആ പാർട്ട് എനിക്ക് ചെയ്യാനായിട്ട് ഇവർ യൂസർ നെയിം പാസ്വേഡ് എനിക്ക് തരുന്നില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ ഈ സംസാരം ചുമ്മാ പറയുന്നതല്ല, വിത്ത് പ്രൂഫാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും. സോ നിങ്ങൾ അതേക്കുറിച്ച് ഒന്നും വറി ആവണ്ട. എന്ത് കാര്യം നിങ്ങൾക്ക് അങ്ങനെ തരുന്നില്ല, ധൈര്യമായിട്ട് നിങ്ങളൊന്ന് ക്വിറ്റ് ചെയ്തോ. ഏത് ഏജൻസി ചെന്നാലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങളവിടെ ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും ഫോഴ്സ് ചെയ്തില്ല. നിങ്ങൾ ഏത് ഏജൻസി ചെന്നാലും നിങ്ങൾ സംസാരിച്ചു, ഫീസ് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, അവർ സർവീസ് ചാർജൊക്കെ സംസാരിച്ചു. അതിനുശേഷം നിങ്ങൾ ചോദിക്കുക ഞങ്ങൾക്ക് ഈ CGFNSനെയും ന്യൂസ് ആൻഡ് നഴ്സിംഗ് കൗൺസിലിനും എല്ലാത്തിനെയും യൂസർ നെയിം പാസ്വേഡും ഞങ്ങൾക്ക് തരുമോ ഇല്ലയോ. തരില്ല എന്നാണ് അവർ മറുപടിയെങ്കിൽ സലാം പറഞ്ഞിറങ്ങിക്കോ, അത്രേ ഉള്ളൂ. അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കോ. നിങ്ങൾ അവിടെ പ്രോസസ് ചെയ്യരുത്. കാര്യം ഇല്ലീഗലായിട്ട് ഒരു പരിപാടിക്കും നിങ്ങളുടെ ലൈഫാണ്. ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ന്യൂസിലാൻഡിലേക്ക് വരിക എന്നുള്ളത് നിങ്ങളുടെ ബിഗ് ഡ്രീമാണ്. ഒരിക്കലും കൊണ്ടൊന്ന് സ്പോയിൽ ചെയ്യരുത്. ക്ലിയർ ആയാലോ? അപ്പോൾ നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞെങ്കിൽ ടോട്ടൽ എല്ലാവർക്കും യൂസർ നെയിം പാസ്വേഡൊക്കെ നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. CGFNSൻ്റെയും ന്യൂസ് ആൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി, അതും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. കാര്യം അതിൻ്റെ ഏറ്റവും അവസാനം സൈൻ ഇടുന്ന ഒരു പാർട്ടുണ്ട്, സൈൻ ഇടുന്നത്. അതായത് ഞാൻ ഈ മോളിൽ ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വന്തം അറിവിലൊക്കെ ചെയ്തേക്കുന്നതൊക്കെ അതുപോലെ ഏറ്റവും അവസാനം നിങ്ങൾ സൈൻ ഇടുന്ന പാർട്ടുണ്ട്. സോ അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ കമ്പനിയിൽ എന്ന് പറഞ്ഞെങ്കിൽ ഈ സെൽഫ് ഡിക്ലറേഷൻ, സെൽഫ് അറ്റസ്റ്റേഷൻ, എംപ്ലോയ്മെൻറ്റ് സെൽഫ് അറ്റസ്റ്റേഷൻ്റെ വരെ ഞങ്ങൾ ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒന്നുമില്ല, ജസ്റ്റ് മൊത്തം വായിച്ചോ ടിക്കിടുക, ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ ബിഗ് ബി ഒന്നുമല്ല, ചെറിയൊരു സംഭവമാണ്. എല്ലാം വായിച്ച് എൻ്റർ ചെയ്തേക്കുന്ന സംഭവമെല്ലാം വായിച്ചോ ടിക്കിടുക, സബ്മിറ്റ് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അത് കാൻഡിഡേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് ചെയ്യാം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ പിന്നെ ഈ സാധനം ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ട് പോകേണ്ട കാര്യം നിയമപരമായിട്ട് തന്നെ പോകണം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഏത് ഏജൻസി ചെന്നാൽ ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് CGFNSന് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കാൻഡിഡേറ്റ്സ് ഡയറക്റ്റാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളെ ഏജൻസി കൊണ്ടുതന്നിട്ട് 28,000 രൂപയും 32,000 രൂപ ഒന്നുമല്ല ഞങ്ങൾ വാങ്ങിക്കുന്നത്. നമ്മുടെ കാൻഡിഡേറ്റ് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഞങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത്. ഈവൻ ഞങ്ങളുടെ ഇമിഗ്രേഷൻ ലോയറിൻ്റെ ഫീസ് വരെ നമ്മുടെ കാൻഡിഡേറ്റ്സിന് ഡയറക്റ്റ് അടയ്ക്കാം. ഏകദേശം ഒരു 65,000 രൂപയെ ഇന്ത്യൻ രൂപ വരുന്നുള്ളൂ. 65,000 രൂപ. മറ്റുള്ള ഏജൻസിയിലൊക്കെ 95,000 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. ഇതിനകത്ത് 95,000 ഇമിഗ്രേഷനും വിസ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന പൈസ അവരാണ്. അപ്പോൾ ഏത് ഏജൻസി ചെന്നാലും ചോദിക്കുക നിങ്ങളുടെ ഇമിഗ്രേഷൻ ഇതിൻ്റെ ഫീസ് എത്രയാണെന്നൊക്കെ ചോദിക്കുക, എടുത്തെടുത്ത് ചോദിക്കുക, ഓരോരുത്തരുടെ ഫീസ് കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഫീസിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ പേയ്മെൻറ്റ്സും നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾ തരുന്നുണ്ട്. സോ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ തരുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് പോകണതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടോ, എൻ്റെ ഏജൻറ്റ് ഞാൻ അധികമായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നൊരു വിശ്വാസം തന്നെ അതിനകത്ത് വരുവാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെ പോയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് വന്നതിന് ശേഷവും നിങ്ങൾക്ക് ഡൊമസ്റ്റിക് സപ്പോർട്ട് അവർ തരുന്നുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കുക. ഇപ്പോൾ ഒരു ഏജൻസി അവർക്കിവിടെ ന്യൂസിലാൻഡ് ഓഫീസ് ഉണ്ടെന്നൊക്കെ പറയണേ, എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യവും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറയണേ. എന്ത് വിളിച്ചാലും പറയും ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ എന്ന് പറയും. എന്നിട്ട് പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ് ചിലപ്പോൾ മിക്കവാറും നിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ട് അതായിരിക്കും ഫോൺ എടുക്കാത്തത്. കാര്യം വിളിച്ചിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ അവരോട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കോൾ എടുക്കത്തില്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ പോയി ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും പെട്ട് ഇനി അവിടെ എന്തെങ്കിലും ആട്ടെ എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സാണ് ഭൂരിഭാഗം ആൾക്കാർ. സോ ബി കെയർഫുൾ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ മുൻകൂറെ ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ ഇതിനകത്ത് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രീ ഇൻ്റർവ്യൂ സെക്ഷൻ. ഒരു ഇൻ്റർവ്യൂവിന് പോകണേക്കാളും മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യം പ്രിപ്പയർ ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ്. അതും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്റ്റാഫിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാഫ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് എടുത്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഒത്തിരി ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പരാതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു പാർട്ട് അവരുടെ ഇൻ്റർവ്യൂവിൽ മോശം പ്രകടനമായിട്ട് തന്നെയും ഞങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ ഒരു കുട്ടിക്ക് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ 4 വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പുള്ളിക്കാരത്തേക്ക് ആ കുട്ടിക്ക് ജോലി കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ 15 വർഷം ഇപ്പോൾ എന്നുള്ളൊരു വീട്ടിൽ ചെന്നപ്പോൾ 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടി ഇവിടെ നിൽക്കുവാണ്, ജോലി കിട്ടാതെ നിൽക്കുവാണ്. അപ്പോൾ മേ ബി അവർക്കൊരു പ്രീ ഇൻ്റർവ്യൂ സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാത്തതിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഐ തിങ്ക് സോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കമ്പനി വഴി വരുന്നവർക്ക് ചെയ്തത്. പിന്നെ അതുമല്ല, ഇപ്പോൾ നമ്മുടെ ന്യൂസിലാൻഡ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് ഞങ്ങൾ ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞതിന് ശേഷമായാലും നമ്മൾ ഡയറക്റ്റ് അവരായിട്ട് പോയി സംസാരിച്ച് നമ്മളെക്കൊണ്ട് ആക്സസ് ഉള്ള എല്ലാ രീതിയിലും നമ്മൾ ഡയറക്റ്റ് പോയി സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ആവശ്യതകൾ അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തെങ്കിൽ മാക്സിമം നമ്മൾ അതിനകത്ത് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ് ടു നൗ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളെ സർവീസ്, ഇപ്പോൾ ഞങ്ങൾ ഈ സർവീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ചെയ്യാനായിട്ട് ഹയർ സ്റ്റഡീസ് ഇപ്പോൾ നമ്മളെ ഇതിനകത്ത് ന്യൂസിലാൻഡ് മാത്രമല്ല ഓസ്ട്രേലിയ, UK, അയർലൻഡ്, കാനഡ ഇത്രയും രാജ്യങ്ങളിൽ നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് ഹയർ സ്റ്റഡീസ്. അപ്പോൾ ആർക്കെങ്കിലും മോറോവർ സർവീസ് കാര്യങ്ങളും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ താല്പര്യം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് വരുന്നതൊക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്, വിപിൻ, സ്പ്ലെൻഡർ ന്യൂസിലാൻഡ്. അങ്കമാലിക്കാരായ ന്യൂസിലൻഡ് സിറ്റിസൺ ആയിട്ടുള്ളവർ നേരിട്ട് നടത്തുന്ന സ്പ്ലെൻഡർ ന്യൂസിലാൻഡ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ഇപ്പോൾ അങ്കമാലിയിലും. ഏറ്റവും കുറഞ്ഞ ഫീസിൽ IELTS, OET, UKVI, PTE തുടങ്ങിയവയുടെ മികച്ച നിലവാരമുള്ള ക്ലാസുകൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഴ്സുമാർ പ്രോസസിംഗ് ചെയ്യുന്ന ഏക സ്ഥാപനം സ്പ്ലെൻഡർ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അങ്കമാലി.